നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും എല്ലാ രാശിക്കാർക്കും ഒരുപോലെ ആകണമെന്നില്ല. ചിലർക്ക് നല്ല ദിവസവും ചിലർക്ക് അല്പം കഷ്ടതകൾ നിറഞ്ഞ ദിവസവും ആയിരിക്കും. എന്താണെങ്കിലും മനസ്സിനെ ശാന്തമായി വെക്കാൻ ശ്രമിക്കുക. കഷ്ടതകളും ദുഃഖവും സന്തോഷവും ഒന്നും ശാശ്വതമല്ല. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. എല്ലാവരും ഓം നമഃ ശിവായ എന്ന് കമന്റ് ചെയ്യുക. ജൂലൈ 9 മിഥുനം 25 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ജൂലൈ 9 മിഥുനം 25 ഈ 5 രാശിക്കാർക്ക് ജീവിതത്തിൽ അത്ര നല്ല ദിവസമല്ല. നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത്. കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം. ശരീരസുഖക്കുറവ്, ഇച്ഛാഭംഗം, മനപ്രയാസം, ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, യാത്രാതടസ്സം ഇവ കാണുന്നുണ്ട്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് കാര്യപരാജയം, അപകടഭീതി, നഷ്ടം, ഇച്ഛാഭംഗം, ശരീരക്ഷതം, മനപ്രയാസം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പണമിടപാടുകൾ സൂക്ഷിക്കുക, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യവിജയം, മത്സരവിജയം, നിയമവിജയം, യാത്രാവിജയം, സുഹൃത് സമാഗമം ഇവയൊക്കെ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാനും സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗത്തിനുമുള്ള സാധ്യതകളും ധാരാളമായി കാണുന്നുണ്ട്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് കാര്യവിജയം, അംഗീകാരം, സുഹൃത് സമാഗമം, നിയമവിജയം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും ബിസിനസ്സിൽ വർധനവുണ്ടാകാനുമുള്ള സാധ്യതകൾ ഏറെയായി കാണുന്നു. വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനും ചർച്ചകൾ വിജയിക്കാനും കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാനും പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, അഭിപ്രായ വ്യത്യാസം, മനപ്രയാസം, ധനതടസ്സം, യാത്രാതടസ്സം, ഇച്ഛാഭംഗം, കലഹം ഇവയ്ക്കെല്ലാമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, യാത്രാതടസ്സം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് കാര്യവിജയം, പരീക്ഷാവിജയം, ദ്രവ്യലാഭം, സാധനലാഭം ഇവയെല്ലാം കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനുമുള്ള സാധ്യതകൾ ഏറെയാണ്. ഇഷ്ടഭക്ഷണ സമൃദ്ധി, ആരോഗ്യം ഇവ കാണുന്നുണ്ട്. യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വിവാഹശ്രമങ്ങൾ വിജയിക്കാനുമുള്ള സാധ്യതയിൽ ഒരുപാടായി കാണുന്നു. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം, കലഹം, ധനതടസ്സം, വായ്പാശ്രമങ്ങളിൽ പരാജയം, അലച്ചിൽ, മനപ്രയാസം ഇവയ്ക്കെല്ലാമുള്ള സാധ്യതകൾ കാണുന്നു. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനുക്കൂറുകാർക്ക് കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ആരോഗ്യം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാം, യാത്രകൾ വിജയിക്കാം, സ്ഥാനക്കയറ്റം, തൊഴിൽ ലാഭം, അംഗീകാരം, ആരോഗ്യം ഇവയ്ക്കെല്ലാമുള്ള സാധ്യതകൾ ഏറെയാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, അലച്ചിൽ, ചെലവ്, മനപ്രയാസം, ഇച്ഛാഭംഗം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് കാര്യവിജയം, തൊഴിൽ ലാഭം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ദ്രവ്യലാഭം, സുഹൃത് സമാഗമം ഇവ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള സാധ്യതകളും ഏറെയായി കാണുന്നു. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് കാര്യവിജയം, അംഗീകാരം,
ഇഷ്ടഭക്ഷണ സമൃദ്ധി, ബന്ധുസമാഗമം ഇവ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്.